നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു. ശിശിര കുട്ടിയെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചതല്ലേ? ആ കുട്ടി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. പ്രേതബാധിതനെ പോലെ ക്രിസ്റ്റഫർ മുറിയിലൂടെ ചടുലമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. അവളെ ദേവസി തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലല്ലോ. എനിക്ക് വേണ്ടത് അങ്ങനെയൊരു നീക്കമാണ്. ആ കൊച്ചുള്ള കാലിടത്തോളം അതുണ്ടാവില്ല വക്കീലേ. പുറത്ത് ഒരു കാറ് വന്ന് നിന്ന ഒച്ച കേട്ടു. കയറി വന്നത് അരവിയായിരുന്നു. അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കൊച്ചിന് അച്ഛനോടാ താല്പര്യമെന്ന് താൻ 100 വട്ടം പറയുമായിരുന്നല്ലോ. ഇപ്പോൾ എന്തായി? ക്രിസ്റ്റഫർ അരവിയുടെ നേരെ തിരിഞ്ഞു. അവൾ നമ്മളെ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു ഡോക്ടറെ. അരവി ക്രിസ്റ്റഫറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ആരാ തന്നോടിത് പറഞ്ഞത്? നിമിഷയോടവൾ അല്പം മുമ്പ് തുറന്നു പറഞ്ഞതാ. കൊച്ചിനെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും അവൾ തയ്യാറായിരുന്നില്ല. ഋഷിയെ കൊണ്ട് ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പുവെക്കാൻ നടത്തിയ തന്ത്രമായിരുന്നു അതൊക്കെ. ക്രിസ്റ്റഫറിൻ്റെ മുഖം ഉല പോലെ ചുവന്നു. പതുക്കെ അയാൾ കണ്ണട ഊരിയെടുത്തു. ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ അരവിക്ക് പേടി തോന്നി. ജയരാജ് അരവിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യം കുട്ടിയെ ഋഷിക്ക് വിട്ടുകൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ശിശിര ക്ഷോഭിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. അവൾ പെട്ടെന്ന് തീരുമാനം മാറ്റിയപ്പോൾ എനിക്കും സംശയമുണ്ടായിരുന്നു. മാത്രമല്ല, ജോയിന്റ് പെറ്റീഷൻ കൊടുത്തിട്ടും കുട്ടിയുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠ പലപ്പോഴായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കരുതുന്ന പോലെ സാധാരണ സ്ത്രീയല്ല ശിശിര. ഇനിയുള്ള അവളുടെ ജീവിതത്തിൽ ആ കുട്ടി മാത്രമേ ഉണ്ടാവൂ. ക്രിസ്റ്റഫറിൻ്റെ ശരീരം അടിമുടി ചുട്ടുപഴുത്തു. നമുക്ക് ഇന്ന് പിരിയാം. അയാൾ എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് ചെന്ന് നിന്നു. ജയരാജും അരവിയും പോയിട്ടും പുറത്തെ ഇരുട്ടിൽ നിന്ന് മിഴിയെടുക്കാതെ ക്രിസ്റ്റഫർ നിശ്ചലം നിന്നു. അവളുടെ മകൾ, അതാണല്ലോ അവളെ തളച്ചിടുന്നത്. മകളെ മോഹിച്ച് പിതാവുള്ളപ്പോൾ ക്രിസ്റ്റി എന്തിനു വ്യാകുലപ്പെടണം? മൂത്ത പകയ്ക്കാണ് കൂടുതൽ മധുരം. അയാൾ വല്ലാതൊന്ന് ചിരിച്ചു. ക്രിസ്റ്റഫർ അകത്ത് പ്രവേശിച്ചപ്പോൾ ടിവിയുടെ മുന്നിലിരുന്ന നന്ദൂട്ടി എഴുന്നേറ്റ് പോയിക്കളഞ്ഞു. ശിശിരയുടെ അപ്പച്ചൻ ഇന്നലെയും വിളിച്ചു. ക്രിസ്റ്റഫർ ഇരുന്നു. അവളുടെ മുഖം താണു. വിമലാമ്മച്ചിയുടെ നില വളരെ ക്രിട്ടിക്കലാണ്. ശിശിര കൊടുത്ത പ്രതീക്ഷ പെട്ടെന്ന് അസ്തമിച്ചപ്പോൾ അതൊരു ഷോക്കായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ശിശിരയുടെ അപ്പച്ചൻ ചെയ്യുന്നതാ ക്രൂരത. ഒരമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാനാവില്ല. മമ്മിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടല്ലേ അച്ഛൻ്റെ ഒപ്പം പോകാൻ മോള് കൂട്ടാക്കാഞ്ഞത്? കണ്ണടയ്ക്കുള്ളിലൂടെ അയാൾ ഗൂഢമായി അവളെ നോക്കി. നന്ദൂട്ടി എനിക്കിപ്പോൾ ഒരു ഭയമായിരിക്കുന്നു. അവളുടെ സ്വഭാവം അപകടകരമായ നിലയിലേക്ക് നീങ്ങുകയാണ്. അയാൾ ഒന്നിളകിയിരുന്നു. മനസ്സിലെ നോവുകൾ പെയ്തൊഴിയാൻ ഒരു സാന്ത്വനം തേടുകയായിരുന്നു അവൾ. സത്യത്തിൽ അവൾക്ക് താല്പര്യം അയാൾക്കൊപ്പം പോകാനായിരുന്നു. അവൾ പോയാൽ എനിക്ക് പിന്നെന്തു പ്രതീക്ഷയാ ഉള്ളത്? നിർബന്ധിച്ച് എൻ്റെ ഒപ്പം നിർത്തിയതാ. അതിനുശേഷം അവൾ ഇതുവരെ എന്നെ മമ്മീന്ന് വിളിച്ചിട്ടില്ല. ശബ്ദം കേൾപ്പിക്കാതെ ശിശിര കരഞ്ഞു. ക്രിസ്റ്റഫർ ജാഗരൂകനായി. ഇന്ന് സ്കൂളിലേക്ക് എന്നെ വിളിപ്പിച്ചു. അവിടെ ഒരു കുട്ടിയെ അവൾ പെൻസിൽ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചത്രേ. ആ കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ട് പ്രശ്നം തണുപ്പിച്ചില്ലെങ്കിൽ TC തന്ന് വിട്ടെന്ന് വരും. ഞാൻ എന്ത് ചെയ്യും ക്രിസ്റ്റി? സാരിത്തലപ്പ് പിടിച്ച് ശിശിര മുഖം തുടച്ചു. അവൾക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഭയപ്പെടുത്തി ശിശിര ഒപ്പം നിർത്താൻ പാടില്ലായിരുന്നു. അവളുടെ മനസ്സിൽ അതൊരു ഷോക്കായിട്ടുണ്ട്. വളരെ സീരിയസ് ആയ പ്രശ്നമാണിത്. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എത്രയും വേഗം അവളെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടതുണ്ട്. ശിശിരയുടെ കണ്ണുകളിൽ ഭീതി നിഴലിച്ചു. സിസ്റ്റർ നിത്യ പറഞ്ഞത് ഓർത്തു. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രഗത്ഭനായ ഒരാളുണ്ട്, ഡോക്ടർ ഗോമസ്. ശാസ്തമംഗലത്താണ് വീട്. ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യട്ടെ? അവൾ തലയാട്ടി. ക്രിസ്റ്റഫർ മൊബൈലെടുത്ത് ഡോക്ടർ ഗോമസിനെ വിളിച്ച് വളരെ പരിചിത ഭാവത്തിൽ സംസാരിക്കുകയും അടുത്ത ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങുകയും ചെയ്തു. മറ്റേ കുട്ടിയുടെ പേരൻസിനെ ചെന്ന് കാണണ്ടേ? അയാൾ ചോദിച്ചു. നിമിഷ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതി ഇരിക്കുക. അത് ശരിയാവില്ല. അവരുടെ മാനസികാവസ്ഥ ശിശിര ഒന്ന് ചിന്തിച്ചു നോക്ക്. അവിടെ പിടിച്ചു നിൽക്കാൻ ശിശിരയ്ക്കാവില്ല. ആ കുട്ടിയുടെ വിവരം തന്നേക്ക്. ഞാൻ അഡ്വക്കേറ്റിനെയും കൂട്ടിച്ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാം.
കൃതജ്ഞതയാൽ ശിശിരയുടെ ചുണ്ട് വിറച്ചു, കണ്ണു തുളുമ്പി. ബാഗിൽ നിന്ന് വിലാസം കുറിച്ച പേപ്പർ എടുത്ത് അവൾ ക്രിസ്റ്റഫറുടെ കയ്യിൽ കൊടുത്തു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല ക്രിസ്റ്റി. ഈ ഭൂമിയിൽ ആരുമില്ലാത്ത എനിക്ക്. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. നന്ദി പറയാൻ എന്തിരിക്കുന്നു? സുഹൃത്ത് ബന്ധം എന്നാൽ എന്താ അർത്ഥം? നിസ്സാരമട്ടിൽ അയാൾ ചിരിച്ചു. വാതിൽക്കൽ വരെ ശിശിര അയാളെ അനുഗമിച്ചു. പുറത്തിറങ്ങിയിട്ട് യാത്ര പറയും പോലെ ക്രിസ്റ്റഫർ തിരിഞ്ഞു നോക്കി. സോറി ക്രിസ്റ്റി, ഈ നല്ല മനസ്സിനെ നോവിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷയാ ഇതൊക്കെ. മുഖത്ത് നോക്കാതെ തളർന്ന സ്വരത്തിൽ അവൾ ഏറ്റുപറഞ്ഞു. ക്രിസ്റ്റഫർ സാന്ത്വനത്തിൻ്റെ കപടമുഖമണിഞ്ഞു. മനസ്സ് വേദനിപ്പിക്കാതെ കരുത്തോടെ പിടിച്ചു നിൽക്കണം. അയാൾ നടന്നു മറയുവോളം അവൾ വാതിൽക്കൽ നിന്നു. ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിലിനു മുന്നിൽ നന്ദൂട്ടി തുറിച്ചു നോക്കി നിൽക്കുന്നു. നല്ല മഞ്ഞുണ്ട്, കിടക്കുന്നില്ലേ? വിശാഖൻ മുഖം തിരിച്ചപ്പോൾ തലമുടിയിൽ വിരൽ കടത്തി കുരുക്കഴിച്ച് അളക നിൽക്കുന്നു. വാതിലടച്ച് കുറ്റിയിടാനാണ് അവൾ തിടുക്കം വയ്ക്കുന്നതെന്ന് അയാൾക്കറിയാം. കിടക്കുന്നതിന് മുമ്പ് എല്ലാം ഭദ്രമാണെന്ന് അവൾ പലതവണ നോക്കാറുണ്ട്. ഋഷി ഇതുവരെയും വന്നില്ല. പതുക്കെ അയാൾ ശബ്ദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവൻ്റെ അവസാന പ്രതീക്ഷയും കൊഴിഞ്ഞു. സ്വാഗതമെന്നോണം വിശാഖൻ പറഞ്ഞു. കോടതി തീരുമാനം ശരി തന്നെയാണ്. സത്യത്തിൽ കുഞ്ഞിൻ്റെ അവകാശം അമ്മയ്ക്കാണ്. ശിശിരയെപ്പറ്റി എന്തൊക്കെയാ കേട്ടത്? നാട്ടിൽ പോകുന്നു, മറ്റൊരു വിവാഹം ഉടനെ ഉണ്ട്. കഷ്ടം. മാതൃത്വത്തിൻ്റെ മഹത്വം ആർക്കും അറിയില്ല. അളകയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. നന്ദൂട്ടിയെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് ചതിയല്ലേ? അളക പരിഹാസത്തോടെ ചിരിച്ചു. നിങ്ങളൊക്കെയല്ലേ മറുചേരിയിൽ. എന്ത് കുടില ബുദ്ധിയും പ്രയോഗിക്കാൻ മടിയില്ലാത്തവർ. തനിച്ചു നിന്ന് പോരാടുന്ന അവൾ ചെയ്തത് ചതിയൊന്നുമല്ല. അവൾ അകത്തേക്ക് കയറിപ്പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. വിശാഖൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. തല കുമ്പിട്ട് കിടക്കുകയാണ് ഋഷി. വിശാഖൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുകളിലെ തുറന്നു കിടന്ന ജനലിനു മുന്നിൽ നിൽക്കുന്ന അളകയെ കണ്ടു. ഋഷി ഇപ്പോൾ ഇത് പതിവാക്കിയിരിക്കുന്നു. അയാൾ ഋഷിയെ ഋതുനന്ദയിൽ എത്തിച്ചു. ഋഷിയുടെ പോക്കറ്റിൽ കൈയിട്ട് കീ എടുത്ത് വാതിൽ തുറന്നു. അകത്തെ സെറ്റിയിൽ ഋഷിയെ കിടത്തി. ഋഷി എന്തൊക്കെയോ അവ്യക്തമായി പിറുപിറുത്തുകൊണ്ടേയിരുന്നു. വിശാഖൻ ഋഷിയുടെ ഷൂ അഴിച്ചു. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ടുവന്ന് മുഖത്ത് കുടഞ്ഞു. ഛേ, എന്താ ഇത്? ഋഷി തലയുയർത്തി കണ്ണു തുറക്കാൻ ശ്രമിച്ചു. വിശാഖൻ മുഖം പിടിച്ചുയർത്തി. എടാ, നീയോ? കുഴഞ്ഞ നാവുകൊണ്ട് ഋഷി ചോദിച്ചു. നീ എന്നെ ഇങ്ങനെയാണോടാ ഋഷി ശിക്ഷിക്കുന്നത്? ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യടാ. വിശാഖൻ വിങ്ങിപ്പൊട്ടി. ഏയ്, നീ എന്താടാ കൂട്ടുകാരാ? ഋഷി കൈ ഉയർത്തി വിശാഖൻ്റെ മുഖത്ത് വെച്ച് അരുമയായി തലോടി. എനിക്ക് സന്തോഷാ. എൻ്റെ മോൾ പറഞ്ഞു മമ്മിക്കൊപ്പം പോയാൽ മതിയെന്ന്. അവൾക്ക് അച്ഛനോടുള്ള സ്നേഹം കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. അവളുടെ മമ്മി തനിച്ചായിപ്പോയാൽ അച്ഛൻ സങ്കടപ്പെടുമെന്ന് അറിഞ്ഞിട്ടാടാ അവൾ അത് പറഞ്ഞത്. എൻ്റെ മോൾക്ക് അച്ഛനെ അറിയാം. ശിശിര തനിച്ചായിപ്പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഋഷിയുടെ സ്വരം ചിലമ്പി. നീ ആരുമില്ലാത്തവനായി പോയല്ലോ. ഋഷി ചിരിച്ചു. 2 മക്കളില്ലേടാ എനിക്ക്. ഒരാൾ ശിശിരയ്ക്കൊപ്പം വളരുന്നു, മകൻ നിന്റെ കൂടെയും. ഋഷിയുടെ ജീവിതം സന്തുഷ്ടമാണ്. ചിരിയോടെ ഋഷി പിന്നെയും സെറ്റിയിലേക്ക് വീണു. നീ പൊയ്ക്കോ, എനിക്കുറങ്ങണം. ഋഷി കണ്ണുകളടച്ചു. ടെലിഫോൺ റിങ് ചെയ്തപ്പോൾ വിശാഖൻ എടുത്തു. ഞാനാ അളക, ഇങ്ങോട്ട് വരുന്നുണ്ടോ? അനിഷ്ടത്തോടെ അവൾ ചോദിച്ചു. ആ. അയാൾ റിസീവർ വെച്ചു. കുറേ നേരം ഋഷിയെ നോക്കി നിന്നിട്ട് പുറത്തിറങ്ങി വാതിൽ ചാരി. ഇന്ദീവരത്തിലേക്ക് ചെന്നപ്പോൾ അളക വാതിൽ തുറന്നു. തല കുനിച്ച് അയാൾ അകത്ത് കയറി. അവൾ വാതിലടച്ച് കുറ്റികളിട്ടു. വിശാഖൻ മുറിയിലേക്ക് നടന്നപ്പോൾ അവൾ ശബ്ദിച്ചു. ഇത്രയൊക്കെ ചെയ്തു തീർത്തപ്പോൾ തൃപ്തിയായല്ലോ. ജീവിതത്തിൽ ഇന്നലെ വരെ മദ്യം തൊടാത്ത മനുഷ്യനായിരുന്നു അയാൾ. ഇനിയിപ്പോൾ നശിക്കാൻ എന്തിരിക്കുന്നു? ഹാളിൻ്റെ മധ്യത്തിൽ വേരിറങ്ങി വിശാഖൻ നിന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതിൻ്റെ ഉത്തരം എനിക്ക് വേണ്ടി എന്നാവുമെന്ന് എനിക്കറിയാം. അവൾ പുച്ഛിച്ചു. വിശാഖന് നാവില്ലായിരുന്നു. അളക അയാൾക്ക് അഭിമുഖം ചെന്നു നിന്നു.
ഋഷി എന്നയാൾ എനിക്കാരുമല്ല. പക്ഷേ ആ മനുഷ്യൻ്റെ നാശം കാണുമ്പോൾ എനിക്ക് തീവ്രമായ വേദനയുണ്ട്. കാരണം അയാൾ എൻ്റെ അപ്പുവിൻ്റെ അച്ഛനാണെന്ന നീറ്റൽ. വിശാഖൻ്റെ ഇടനെഞ്ചിൽ ഹുങ്കാരത്തോടെ ഒരു തൃശൂലം വന്നു തറച്ചു. ഓട്ടോ വിളിച്ച് നന്ദൂട്ടിയുമായി ശിശിര ശാസ്തമംഗലത്തേക്ക് പോയി. ഓട്ടോക്കാരൻ ഡോക്ടർ ഗോമസിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുവിട്ടു. ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും വിധം ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂം കണ്ണിൽപ്പെട്ടു. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. നെയിം പ്ലേറ്റിന് നേരെ ഡോക്ടർ ഇൻ എന്ന് കണ്ടു. ശിശിര ഡോർബെല്ലിൽ വിരലമർത്തി. മെലിഞ്ഞ സുന്ദരിയായ ഒരു യുവതിയാണ് വാതിൽ തുറന്നത്. ശിശിരയാണോ? അതെ, വരൂ. വലിയൊരു മുറിയിലേക്കാണ് അവർ പ്രവേശിച്ചത്. മധ്യഭാഗത്തിട്ട മേശയ്ക്ക് മുന്നിൽ 40 വയസ്സുള്ള വെളുത്ത് സുമുഖനായ ഡോക്ടർ ഇരിപ്പുണ്ടായിരുന്നു. പരിചിത ഭാവത്തിൽ അയാൾ സ്വീകരിച്ചു. രണ്ടാളും ഇരിക്കൂ. ശിശിരയ്ക്ക് മനസ്സിന് കുളിർമ അനുഭവപ്പെട്ടു. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മട്ടും ഭാവവുമായിരുന്നില്ല ഡോക്ടർ ഗോമസിന്. ചുവരിലെ ചിത്രങ്ങളിലായിരുന്നു നന്ദൂട്ടിയുടെ കണ്ണുകൾ. ഡോക്ടർ ഗോമസ് ശ്രദ്ധിച്ചു. അയാൾ ശിശിരയുടെ നേരെ തിരിഞ്ഞു. ഡോക്ടർ ക്രിസ്റ്റഫർ ശിശിരയുടെ കസിനാണല്ലേ? ശിശിര അല്ലെന്ന് പറയാൻ തുനിഞ്ഞില്ല. അതെ. മോളുടെ പേരെന്താ? നന്ദൂട്ടിയെ നോക്കി അദ്ദേഹം ചോദിച്ചു. അവൾ പറയില്ലെന്നാണ് ശിശിര കരുതിയത്. ഋതുനന്ദാന്നാ. ഫോട്ടോയിൽ നിന്ന് അവൾ കണ്ണുകളെടുത്തു. നല്ല പേര്. ഡോക്ടർ ചിരിച്ചു. എൻ്റെ അച്ഛനാ പേരിട്ടത്. അവളുടെ കണ്ണിൽ ഒരു മിന്നൽ കണ്ടു. ഉവ്വോ, കൊള്ളാമല്ലോ. ഡോക്ടർ അഭിനന്ദിച്ചു. അവൾ ചിരിച്ചു. ഡോക്ടർ ഗോമസ് ശിശിരയോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കട്ടെ. ശരി ഡോക്ടർ. ശിശിര എഴുന്നേറ്റ് യുവതിക്കൊപ്പം അടുത്ത മുറിയിലേക്ക് പോയി. അരമണിക്കൂർ ശിശിര അവിടെ ഇരുന്നു. ഡോക്ടറുടെ മുറിയിൽ ബെൽ ശബ്ദിച്ചപ്പോൾ യുവതി പോയി നന്ദുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. അവളുടെ കൈകളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചോക്ലേറ്റുകൾ കണ്ടു. പ്രസരിപ്പും ഉത്സാഹവും നന്ദൂട്ടിയുടെ മുഖത്ത് പ്രകടമായിരുന്നു. നിങ്ങൾ ചെല്ലൂ, യുവതി പറഞ്ഞു. ശിശിര കൺസൾട്ടിംഗ് റൂമിൽ ചെന്നു. ഇരിക്കാൻ ഡോക്ടർ ആംഗ്യം കാട്ടി. നന്ദൂട്ടിയുമായി ഞാൻ സംസാരിച്ചു. ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് നന്നായി സഹകരിച്ചു. അവളുടെ ഏറ്റവും വലിയ ശത്രു മമ്മിയാണ്. ശിശിരയുടെ മുഖം വാടി. അനുസരണക്കേട് കാട്ടുന്നതും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും അവൾ ബോധപൂർവം ചെയ്യുന്നതല്ല, പെട്ടെന്ന് സംഭവിച്ചു പോകുന്നതാണ്. സ്കൂളിൽ ഒരു കുട്ടിയെ ആക്രമിച്ചത് അവൾ വരച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ ചിത്രം വലിച്ചു കീറിയിട്ടാണ്. ശിശിരയോട് അവൾക്ക് പക അവിടെ സംഭവിക്കുകയായിരുന്നു. 6 വയസ്സേ ആയിട്ടുള്ളൂ. മുതിർന്ന കുട്ടികൾ ചെയ്യുന്ന തരത്തിലാണ് ചില നേരത്തെ അവളുടെ പ്രവർത്തികൾ. പകപ്പോടെ ശിശിര പറഞ്ഞു. ഡോക്ടർ ഗോമസ് പതിയെ ചിരിച്ചു. മുന്നോട്ട് വന്ന് അദ്ദേഹം മേശയിൽ കൈമുട്ടൂന്നി. എനിക്ക് നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ. കുട്ടികളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, അവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോവരുത്. ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ അവസ്ഥ ഡോക്ടർക്ക് അറിയില്ല, പതുക്കെ അവൾ പറഞ്ഞു. എല്ലാം ഡോക്ടർ ക്രിസ്റ്റഫർ സൂചിപ്പിച്ചിട്ടുണ്ട്. ശിശിരയെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ കുഞ്ഞിനെ കൈവശപ്പെടുത്താൻ ശിശിര കാണിച്ച വിഡ്ഢിത്തം എനിക്ക് അംഗീകരിക്കാനാവില്ല. അവൾ തെല്ല് ഈർഷ്യയോടെ ഡോക്ടർ ഗോമസിനെ നോക്കി ചോദിച്ചു. അവളെ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നീട് എനിക്ക് എന്ത് ജീവിതമാണ് ഡോക്ടർ ബാക്കിയുള്ളത്? ഡോക്ടർ ഗോമസിൻ്റെ ചുണ്ടിൽ സഹതാപം നിറഞ്ഞ ചിരി മിന്നി. ഇപ്പോൾ ശിശിര മനസ്സമാധാനം അനുഭവിക്കുന്നുണ്ടോ? മിടുമിടുക്കിയായ മകൾ മനോരോഗത്തിൻ്റെ വക്കിലെത്തിയില്ലേ? അവളുടെ കണ്ണുകളിൽ നടുക്കം അലച്ചു. നന്ദൂട്ടിയെ മടക്കിക്കൊണ്ടുവരാൻ ശിശിരയ്ക്ക് കഴിഞ്ഞൂന്ന് വരില്ല. അതിന് യോജിച്ച കുടുംബാന്തരീക്ഷം നിങ്ങൾക്കിടയിലില്ല. സഹകരിക്കാനോ സന്ദർശനം നടത്താനോ വേറെ ബന്ധുക്കളുമില്ല. കൂടുതൽ അപകടകരമായ നിലയിലേക്ക് അവൾ നീങ്ങാനാണ് സാധ്യത. ഡോക്ടറുടെ വാക്കുകളുടെ ഗതിയറിയാതെ ശിശിര ഉഴറാൻ തുടങ്ങി. പിന്നെ ശിശിരയ്ക്ക് സംയമനവും കുറവാണ്. മമ്മി തല്ലിയതും എപ്പോഴും ദേഷ്യപ്പെടുന്നതും അവൾ പറഞ്ഞു. ഞാൻ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? തളർച്ചയോടെ അവൾ ചോദിച്ചു. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ലെന്ന് ഞാൻ പറയണ്ടല്ലോ. അവൾ കൊതിക്കുന്നത് അച്ഛൻ്റെ സാമീപ്യമാണ്. നന്ദൂട്ടിയെ പഴയ നിലയിലെത്തിക്കാൻ അവളുടെ അച്ഛന് മാത്രമേ കഴിയൂ എന്നാണ് എൻ്റെ നിഗമനം. ശിശിരയുടെ ശരീരം ചുട്ടുപഴുത്തു. അയാളെ കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി.
നന്ദൂട്ടിക്ക് നല്ലൊരു കൗൺസിലിംഗ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പകരം തനിക്ക് ഉപദേശം. അവളുടെ മനോഗതം മനസ്സിലാക്കിയിട്ടെന്നോണം ഡോക്ടർ ഗോമസ് പറഞ്ഞു, ഞാൻ എൻ്റെ നിഗമനം പറഞ്ഞുന്നേയുള്ളൂ. ശിശിര കുറെ കൂടി അനുനയത്തിലും സ്നേഹത്തിലും പെരുമാറണം. ആദ്യമൊക്കെ അവൾ അവഗണിച്ചുവെന്ന് വരും. ചില ടാബ്ലറ്റുകൾ കൂടി കുറിച്ചു തരാം. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വരണം. അവൾ തലയാട്ടി. മനസ്സ് ചത്താണ് ശിശിര നന്ദൂട്ടിയുമായി മടങ്ങിയത്. ക്രിസ്റ്റിയെ വിളിച്ച് വിവരങ്ങൾ പറയാനൊന്നും അവൾക്ക് തോന്നിയില്ല. സന്ധ്യയ്ക്ക് അവളുടെ സെൽ ചിലച്ചു. ചെന്നെടുത്തു നോക്കിയപ്പോൾ ക്രിസ്റ്റിയുടെ കോളാണ്. എന്ത് പറയണമെന്നറിയാതെ അവൾ അറ്റൻഡ് ചെയ്തു. ഞാനാ ക്രിസ്റ്റി. പിന്നെ അല്പം മുമ്പ് എൻ്റെ അപ്പച്ചൻ വിളിച്ചിരുന്നു. എന്തോ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താ ക്രിസ്റ്റി? വിമലാമ്മയ്ക്ക് അന്ത്യകൂതാശ കൊടുത്തിരിക്കുകയാ. ശിശിരയുടെ നെഞ്ചിനുള്ളിൽ ഒരു പൊട്ടിക്കരച്ചിൽ ചിറകടിച്ചു. ബോധം വന്നും പോയും ഇരിക്കുന്നു. ശിശിര സെറ്റിയിൽ കുഴഞ്ഞിരുന്ന് വിങ്ങിക്കരഞ്ഞു. ശിശിരയെ ഒരു നോക്ക് കാണാതെ വിമലാമ്മ കണ്ണടക്കില്ലെന്ന് ആലിങ്കൽ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശിശിരയെയും മകളെയും കുടുംബത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അപ്പച്ചൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ശിശിരയ്ക്ക് വിശ്വസിക്കാനായില്ല. അതെ, ശിശിരയെ എത്രയും വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലാനാ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞത്. എനിക്ക് പോണം ക്രിസ്റ്റി. അവൾ ഏങ്ങലടിച്ചു. ശിശിരയെ കണ്ടാൽ മതി. വിമലാമ്മയുടെ അസുഖം പകുതി ഭേദമാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്ക്. 15 മിനിറ്റിനുള്ളിൽ ഞാൻ എത്താം. ശിശിര പിടഞ്ഞെഴുന്നേറ്റപ്പോൾ വാതിൽക്കൽ നന്ദൂട്ടി വന്ന് നിൽപ്പുണ്ടായിരുന്നു. ശിശിര വേഗം കണ്ണുനീർ തുടച്ചു. മോള് വേഗം റെഡിയാവ്. നമുക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്. അമ്മച്ചിക്ക് ദീനം കൂടുതലാത്രേ. ഞാൻ വരണില്ല, പെട്ടെന്ന് നന്ദൂട്ടി പറഞ്ഞു. നിന്നെപ്പോലെ പെറ്റമ്മയോട് സ്നേഹമില്ലാത്തവളല്ല ഞാൻ. കിടപ്പിലാണെന്ന് അറിഞ്ഞിട്ട് വർഷം 1 കഴിഞ്ഞു. ജീവനോടെ ഒരു നോക്ക് കാണാനായില്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഞാൻ പാപിയായി പോകും. അലമാരയിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സുമായി അവൾ നന്ദൂട്ടിയുടെ അരികിൽ വന്നു. അനുസരണക്കേട് കാണിച്ചാൽ നിന്നെ ഞാനിവിടെ കളഞ്ഞിട്ട് പോകും. എനിക്ക് പോയേ തീരൂ. എനിക്കിപ്പോൾ നിന്നേക്കാൾ വലുത് എൻ്റെ അമ്മച്ചിയാ. നന്ദൂട്ടിയുടെ ഫ്രോക്ക് മാറ്റി ശിശിര പുതിയത് ധരിപ്പിച്ചു. എതിർക്കാതെ അവൾ നിന്നുകൊടുത്തു. ശിശിര വേഗം ഡ്രസ് ചെയ്തു. ബാഗെടുത്ത് തോളിൽ തൂക്കി. തറഞ്ഞു നിന്ന നന്ദൂട്ടിയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി വാതിൽ ലോക്ക് ചെയ്തു. അവർ താഴെ എത്തിയപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ കാർ മുറ്റത്ത് തിരിഞ്ഞു കയറി മുന്നിൽ നിന്നു. ക്രിസ്റ്റിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഞങ്ങൾക്കൊരു ടാക്സി പിടിച്ചു തന്നാൽ മതിയായിരുന്നു. അവളൊരു ഭംഗിവാക്ക് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ട് രാത്രി സമയത്ത് ടാക്സിയിൽ കയറ്റിവിടുന്നത് ശരിയാണോ? 4-5 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ. കയറ്. ശിശിര നന്ദൂട്ടിയുമായി പിൻസീറ്റിൽ കയറി. കാർ റോഡിലേക്കിറങ്ങി. 7 വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുപോക്കാണിത്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. ആരെ ഭയന്ന് ഒളിച്ചോടിയോ ആ മനുഷ്യൻ്റെ തണലിൽ ഒരു മടക്കയാത്ര. വിധിയുടെ തമാശയാവാം. കുറെ ഓടിക്കഴിഞ്ഞപ്പോൾ നന്ദൂട്ടി ഉറങ്ങി. ശിശിര അവളെ മടിയിൽ പിടിച്ചു കിടത്തി. ഇടയ്ക്ക് ശിശിരയും ഒന്ന് മയങ്ങി. ക്രിസ്റ്റഫർ വല്ലാത്തൊരു ആത്മഹർഷത്തിലായിരുന്നു. താൻ വരച്ചിട്ട നേർരേഖയിലൂടെ ശിശിര ഒടുവിൽ തറവാട്ടിലേക്കെത്തുന്നു. റോഡിലെ തിരക്ക് കുറയുന്നതനുസരിച്ച് അയാൾ ആക്സിലേറ്ററിൽ കാൽ കൊടുത്തുകൊണ്ടേയിരുന്നു. വീടെത്തി. അവൾ കണ്ണ് തിരുമ്മി മിഴിച്ചിരുന്നു. കാർ ആലിങ്കൽ വീടിൻ്റെ വലിയ ഗേറ്റിന് മുന്നിലെത്തി. അത് മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് കടന്നപ്പോൾ ട്യൂബ് ലൈറ്റുകളുടെ പ്രകാശത്താൽ മുറ്റവും വീടും പകൽ പോലെ വ്യക്തമായി. പൂന്തോട്ടത്തിൻ്റെ ഓരം ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ. മുറ്റം നിറയെ ആൾക്കൂട്ടം. ക്രിസ്റ്റഫറിൻ്റെ ഉള്ളിൽ വീണ ആശങ്ക ബലപ്പെട്ടു. എന്താ ക്രിസ്റ്റി, ആളുകൾ കൂടി നിൽപ്പുണ്ടല്ലോ? വിക്കി അവൾ ചോദിച്ചു. ക്രിസ്റ്റഫർക്ക് ഉത്തരമില്ലായിരുന്നു. കാറുകൾക്കിടയിലൂടെ പൂന്തോട്ടം ചുറ്റി ഒരുവിധം അയാൾ വണ്ടി പോർച്ചിൽ കൊണ്ടെത്തിച്ചു. സിറ്റൗട്ടിലിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് കറിയ മുറ്റത്തിറങ്ങി ഡോർ തുറന്നു. ഇറങ്ങി വാ. നന്ദൂട്ടിയുടെ കൈപിടിച്ച് വിറങ്ങലിച്ച് ശിശിര മുറ്റത്തിറങ്ങി. ക്രിസ്റ്റഫർ കാർ മുന്നോട്ടെടുത്തപ്പോൾ മുറ്റത്തും സിറ്റൗട്ടിലുമായി നിന്നവരുടെ കണ്ണുകൾ ശിശിരയിലും നന്ദൂട്ടിയിലും വീണു. ദേവസിയുടെ മോളാ. ഇവളാ അന്യമതക്കാരൻ്റെ ഒപ്പം ഒളിച്ചോടിയത്. ആരോ പറഞ്ഞു. അകത്തേക്ക് വാ മകളെ, അലിവോടെ കറിയ വിളിച്ചു.
എന്താ എല്ലാവരും ഇവിടെ? അവളുടെ ഒച്ച ഉടഞ്ഞ് ചിതറി. ഉടൽ വിറച്ചുകൊണ്ടേയിരുന്നു. നന്ദൂട്ടിയും ഉറക്കച്ചടവോടെ ചുറ്റും പരതി നോക്കുന്നുണ്ടായിരുന്നു. ശിരസ് പൊട്ടിത്തെറിച്ചതുപോലെ ശിശിരയ്ക്ക് തോന്നി. സർവവും അവൾ വിസ്മരിച്ചു. നന്ദൂട്ടിയുടെ കൈവിട്ട് മുന്നിൽ നിന്ന ആളുകളെ തള്ളി അവൾ അകത്തേക്ക് കുതിച്ചു. പിന്നാലെ കറിയയും നീങ്ങി. വിശാലമായ ഹാളിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് മൊബൈൽ മോർച്ചറിക്ക് മുന്നിൽ അലച്ചു വന്ന തിരമാല നിശ്ചലമായതുപോലെ അവൾ നിന്നു. കണ്ണാടിക്കൂടിനുള്ളിൽ ചുണ്ടുകൾക്കിടയിൽ തിരുക്കി വെച്ച നൊമ്പരവുമായി വിമലാമ്മ കിടപ്പുണ്ടായിരുന്നു. അവൾ ഒന്നേ നോക്കിയുള്ളൂ, എൻ്റെ അമ്മച്ചി. അവൾക്ക് പൂർത്തിയാക്കാനായില്ല. കണ്ണാടിക്കൂടിനു മീതെ ബോധശൂന്യയായി ശിശിര വീണു. മുറ്റത്ത് അപരിചിതരായ ജനമധ്യേ വിഹ്വലയായി നന്ദൂട്ടി നിന്നു. മമ്മി എവിടേക്ക് മറഞ്ഞെന്ന് അവൾക്കറിയില്ലായിരുന്നു. ആൾക്കൂട്ടത്തിൽ കൈവിട്ടു പോയിരിക്കുന്നു. ഒരാൾ പോലും ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ, ആരുടെ കൂടെ പോകണമെന്നറിയാതെ, അനേകം കണ്ണുകൾക്ക് നടുവിൽ നിന്ന് അനാഥയെപ്പോലെ അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ 1000 ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് മുരളി നലനാട് നോവൽസിന് വേണ്ടി സൽമ റോയ്സ്.